ഇന്ന് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല വിഷയമാണ്. ഈ വിഷയം നമ്മളെ ഒത്തിരി പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കും. നമുക്ക് പലർക്കും പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം പ്രാർത്ഥിച്ചിട്ടും എന്താ ഇപ്പൊ ലഭിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാതി. അല്ലെങ്കിൽ നമ്മളെ നോക്കിയിട്ട് പലരും ചോദിക്കുന്നത്, നിങ്ങളിപ്പോ കുറേ നാളായല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും വലിയ മാറ്റമൊന്നും നിങ്ങളുടെ ജീവിതത്തിലൊന്നും കാണുന്നില്ലല്ലോ. ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥന, ഒരു വ്യക്തിയുടെ പ്രാർത്ഥന വഴി ദൈവം എങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കും. നമ്മൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താണ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണോ പ്രാർത്ഥനയുടെ ഗുണം കിട്ടുന്നത്, അതോ പ്രാർത്ഥിക്കുന്ന വ്യക്തി സമർപ്പിച്ച നിയോഗത്തിന്റെ മേലാണോ ദൈവത്തിന്റെ കൃപ വരുന്നത്? ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ലഭിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന വ്യക്തി സമർപ്പിച്ച നിയോഗങ്ങളിലേക്കാണോ? രണ്ടും സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു കൃപ കിട്ടും, ഒന്ന്. അതിനൊപ്പം തന്നെ ഒരു പ്രത്യേകതയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തി സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ ദൈവം ദൂതനെ അയച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ആ നിയോഗങ്ങളിൽ ചെയ്യും. ഹല്ലേലൂയ. അതിന് ഉദാഹരണമാണ്, കടുത്ത മദ്യപാനത്തിലായിരുന്ന ഒരു വ്യക്തിക്ക്, ഒരു സഹോദരിക്ക് വേണ്ടി ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി നാളുകളായി ഇവിടെ പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് വെള്ളവും എണ്ണയും കൊണ്ടുപോവുകയും ഭർത്താവ് അറിയാതെ ഈ വെള്ളം ചായ ഉണ്ടാക്കുമ്പോഴും ചോറ് വെക്കുമ്പോഴും എല്ലാം അതിനകത്തൊഴിച്ച് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മദ്യപാനം കൊണ്ടും അടുത്തിട്ടാണ്. അപ്പോൾ പറഞ്ഞാലോ ഉപദേശിച്ചാലോ ആ വ്യക്തി ഒന്നും മനസ്സിലാകത്തില്ല, അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആ സഹോദരി ഇവിടുന്ന് എണ്ണ മേടിക്കുന്നതും അല്ലെങ്കിൽ വെഞ്ചരിച്ച വെള്ളം കൊണ്ടുപോകുന്നതും വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും ആ വ്യക്തി പറയണ, എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്റെ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരി 3.5 മാസക്കാലമായി ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്, അടുത്ത ഇടവകയിലെ ഒരാളാണ്. ആ വ്യക്തി തന്നെ ഇവിടെ സാക്ഷ്യം ഇനി വരുന്ന വെള്ളിയാഴ്ചകളിൽ പറയും. കഴിഞ്ഞ 5 ദിവസത്തെ ധ്യാനത്തിന് ആ സഹോദരിയും ഭർത്താവും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭർത്താവ് ഒരു ദിവസം ഇങ്ങനെയാണ് ചോദിച്ചത്, എന്റെ മദ്യപാനം നിൽക്കാൻ വേണ്ടി നീ എന്നാ സൂത്രമാണ് ഒപ്പിച്ചത്? എന്റെ ഈ മദ്യപാനം നിർത്താൻ വേണ്ടി നീ എന്ത് സൂത്രപ്പണിയാണ് ചെയ്യുന്നത്? അപ്പോൾ ആ ഭാര്യ ഉള്ളിൽ സന്തോഷിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റ സൂത്രപ്പണി ചെയ്തിട്ടുള്ളൂ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലത്ത് പോയി എന്റെ ഭർത്താവിന്റെ ആ മദ്യപാനത്തോടുള്ള ആസക്തിയും മദ്യപാനികളോടുള്ള കുറെ കൂട്ടുകെട്ട് നിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ദൈവം ചെയ്തത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കല്ല അന്നേരം ഒരു അനുഗ്രഹം കൊടുത്തത്, പ്രാർത്ഥിച്ച സ്ത്രീ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ച്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും കിട്ടും ഒരു അനുഗ്രഹം, നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിലും ദൈവത്തിന്റെ ശക്തി വരും, അല്ല ദൈവത്തിന്റെ ദൂതൻ ദൈവം കടന്നു വരും. അതിനാധാരമായി നമ്മൾ എടുക്കുന്ന ദൈവവചനമാണ് അപ്പസ്തോല പ്രവർത്തനം 12-ാമത്തെ അധ്യായം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, പത്രോസ് ശ്ലീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വ്യക്തി, ഒരു സമൂഹത്തിന്റെ മേൽ ദൈവം ചെയ്ത അത്ഭുതമാണ്. ഇങ്ങനെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഹേറോദോസ് രാജാവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ
ഓരോരുത്തരായി പിടിച്ച് ജയിലിലിടും, കൊല്ലാൻ തുടങ്ങി. ഓരോരുത്തരായി കൊല്ലാൻ തീരുമാനിച്ച് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. പണ്ട് കാലത്തെ രാജഭരണമാണ്. ഒരാളെ ഒരു സുപ്രഭാതത്തിൽ കാണുന്നില്ല, രാജാവ് കൊന്നുകളഞ്ഞാൽ ആർക്കും ചോദിക്കാനോ കേസ് കൊടുക്കാനോ ഉള്ള പേടിയും ആർക്കും അതിനുള്ള ധൈര്യമില്ല. അന്ന് അങ്ങനെ നിയമമില്ല. രാജാവ് ചെയ്താൽ ചെയ്തു. അങ്ങനെയുള്ള സമയമാണ് ഹെറോദോസ് രാജാവിന്റെ കാലഘട്ടം. അങ്ങനെ ഹെറോദോസ് രാജാവ് പത്രോസ് ശ്ലീഹായെ പിടിച്ച് ജയിലിനകത്തിട്ടു. നമ്മുടെ ഇന്നത്തെ സെൻട്രൽ ജയിൽ പോലെ അല്ല പണ്ട് കാലത്തെ ജയില്. പണ്ട് കാലത്തെ ജയിലിന്റെ പ്രത്യേകത ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയിലിൽ പിടിച്ചിട്ടാൽ ആ വ്യക്തിയുടെ രണ്ട് കൈയും ഒരു വലിയ തടിക്കഷ്ണത്തിനകത്തേക്ക് കയറ്റി വെച്ച് രണ്ട് തടിക്കഷ്ണത്തിലേക്ക് ഇട്ട് ലോക്കിടും. രണ്ട് കാലും രണ്ട് മരത്തടിയുടെ ഉള്ളിൽ അത്രയും സുഷിരം അത്രയും തുരന്നു കളഞ്ഞ് കാൽ അതിനകത്തോട്ടിട്ട് കൂട്ടി. അതായത് ഈ വ്യക്തിക്ക് ഈ തടിക്കഷണത്തിന് ഒത്തിരി ഭാരമുള്ളതായിരിക്കും. ഒന്ന് തല പോലും ചൊറിയാൻ, ഭക്ഷണം പോലും കഴിക്കാൻ ഈ കൈ പൊങ്ങത്തില്ല. അത്രയും വലിയൊരു തടിക്കഷണം രണ്ട് കൈ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ജയിലിൽ കിടക്കുന്ന പത്രോസ് ശ്ലീഹായ്ക്ക് കാവൽ നിൽക്കുന്നത് 12 പേരാണ്. 2 പേര് വെച്ച് 12 പേരോളം കാവൽ നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോ സംഭവിക്കുന്ന കാര്യം കേട്ടോ. ജയിലിനകത്ത് പത്രോസ് ശ്ലീഹ കിടക്കുമ്പോൾ 12-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ സഭ ഒരു കൂട്ടം ആളുകൾ വേറൊരു വീട്ടിൽ സമ്മേളിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു? ഒരു ചത്തേ ചതഞ്ഞെന്നുള്ളൊരു പ്രാർത്ഥനയല്ല, നല്ല തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന നടക്കുന്നത് ജയിലിലല്ല, വേറൊരു സ്ഥലത്താണ്. ശ്രദ്ധിച്ചേ, സഭ അവന് വേണ്ടി പ്രാർത്ഥന ഉയർത്തിയപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തി ഇതാണ്. ദൈവം ഒരു ദൂതനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കല്ല അയച്ചത്. ഈ പ്രാർത്ഥനയിൽ അവർക്കൊരു നിയോഗമുണ്ടായിരുന്നു. ജയിലിൽ കിടക്കുന്ന പത്രോസിന് ആപത്തും അപകടവും ഉണ്ടാകരുത്. അതാണ് നിയോഗം. സഭ അവന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ചെയ്തത്, ഇവരുടെ പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം ഒരു ദൂതനെ പത്രോസ് കിടക്കുന്ന ജയിലിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അത് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുവാണ്, എന്റെ കുടുംബത്തിലെ ഇന്നയാളുടെ മദ്യപാനത്തിൽ നിന്ന് മാറണം, ആ വ്യക്തിയുടെ രോഗം സുഖപ്പെടണം. അപ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിയാണ്, ദൈവം തന്റെ ദൂതനെ നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങളിലേക്ക് അയക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അടുത്ത 2019 മുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കും. അപ്പൊ സംഭവിക്കുന്ന അത്ഭുതവും ഇതാണ്. നമ്മളിവിടെയുള്ള ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലാണ്, കോളേജിലാണ്, ഇപ്പോൾ വീടിന്റെ പുറത്ത് ഹോസ്റ്റലിലാണ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്താണ്. നമ്മുടെ കുഞ്ഞുങ്ങളുള്ള സ്ഥലത്തേക്ക് ദൈവത്തിന്റെ എപ്പോഴും ഒരു സംരക്ഷണവും ഒരു നിയോഗവും നമ്മുടെ പ്രാർത്ഥന വഴി കിട്ടിക്കൊണ്ടേയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് മദ്യപാനത്തിൽ നിന്ന് മദ്യം കഴിക്കണമെന്ന് ആഗ്രഹമില്ലാതെ ഇത്രയും നാള് മദ്യപാനത്തിലൂടെ കടന്നുപോയ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചത്, നീ എന്ത് സൂത്രമാണ് എന്റെ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നീ പോയി ചെയ്തതാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സൂത്രമാണ് ചെയ്തത്. പ്രാർത്ഥന ഉയർന്നപ്പോൾ ഈ മദ്യപാനിയുടെ ഹൃദയത്തിലേക്ക്, മദ്യത്തോടുള്ള ആസക്തിയുള്ള ഈ മനുഷ്യനിലേക്ക് സ്വർഗത്തിലെ ദൈവം ഒരു ഇടപെടൽ നടത്തിയതാണ് ഈ മാറ്റത്തിന് കാരണമായത്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച അത്ഭുതം വായിക്കുന്നു. 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. ഒന്നും കൂടെ വായിക്കാം. ഈ മുറി എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്? ജയിലാണ്. അന്നത്തെ ജയിലിന്റെ അവസ്ഥ കൂരിരുട്ടാണ്. പകൽ 12 മണി ആയാലും സമയം നോക്കുന്നില്ലെങ്കിൽ രാത്രിയാണോ പകലാണോ അറിയത്തില്ല. ഇരുട്ടുള്ള സ്ഥലം, ഇരുട്ടുള്ള മുറിയാണ്. അവിടെ ഇന്നു വരെ പ്രകാശം ഉണ്ടായിട്ടില്ല. അത് ഇരുട്ടായിട്ട് തന്നെയാ കിടന്നേ. പക്ഷെ പ്രാർത്ഥന ഉയർന്നപ്പോൾ പത്രോസിന്റെ കിടന്ന മുറി
അവിടെ പ്രകാശം നിറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല ദൈവീക പ്രകാശം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ എല്ലാവരും. എൻ്റെ മക്കളുടെ മുഖം ഒന്ന് പ്രകാശിക്കണം, എൻ്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ ആകെ ഒരു ഇരുട്ട് പിടിച്ച് ഒരു ഐശ്വര്യമില്ല, ഒരു വെളിച്ചം വരണം, ഒരു ഐശ്വര്യം വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ വീടിനെന്താ ഒരു ഐശ്വര്യക്കുറവ്, ഈ വീടിനെന്താ ഒരു സന്തോഷം, ഈ വീട്ടിലേക്ക് കയറുമ്പോഴേ പെട്ടെന്നൊരു ദേഷ്യമാണ്, ഒരു സന്തോഷമില്ല. ശ്രദ്ധിച്ചേ, ഇവിടെ ഈ മുറിയിൽ പ്രകാശം ഉണ്ടാകാൻ അവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ, സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എന്തു മാറി? ആ മുറിയിലുണ്ടായിരുന്ന ഇരുട്ട് മാറി. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ തലമുറ ഇരുട്ടിലാണോ? ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവസ്ഥയിലാണോ? നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയാണോ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ നാമം വിളിച്ചുള്ള പ്രാർത്ഥന ഉയരുമ്പോൾ നിങ്ങളുടെ വീട് പ്രകാശമാകും. നിങ്ങളുടെ മക്കൾ മുഖം പ്രകാശിക്കും, അവരുടെ ജീവിതം തന്നെ പ്രകാശിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, പ്രാർത്ഥിച്ച വ്യക്തിക്കല്ല ഇവിടെ ഗുണം കിട്ടിയത്, പ്രാർത്ഥിച്ച വ്യക്തി സമർപ്പിച്ച നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വന്നു. അതായത് നിങ്ങൾ ഓരോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ, എന്റെ വീട്, എന്റെ മക്കൾ, എന്റെ ജോലിയില്ലാത്ത അവസ്ഥ, വീട് പണിയാത്ത അവസ്ഥ, കുഞ്ഞിന്റെ കല്യാണം നടക്കാത്ത അവസ്ഥ, ഇത്ര വയസ്സായിട്ട് അത് തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥ, അത് നമ്മുടെ നിയോഗമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം, നമ്മുടെ നിയോഗങ്ങളിലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. അടുത്ത വചനം, ദൂതൻ ചെയ്ത കാര്യം ഇങ്ങനെയാണ്. ദൂതൻ പത്രോസിന്റെ ദേഹത്ത് തട്ടി ഇങ്ങനെ പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു, എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ദൂതന്റെ സാന്നിധ്യം കിട്ടിയപാടെ പത്രോസിന്റെ കയ്യിൽ കിടന്ന ചെങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, നമ്മളെയൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില ചെങ്ങലകൾ നമ്മുടെ കയ്യിലും നമ്മുടെ കാലയിലും നമ്മുടെ കണ്ണയിലും നമ്മുടെ കാതിലും നമ്മുടെ ഫോണിലും നമ്മുടെ നടപ്പിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. നമ്മളെ തന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചെങ്ങലകൾ നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ പെരുമാറ്റത്തിലുണ്ട്. ഇതെപ്പോഴാ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മാറണമെങ്കിൽ, അതായത് ഇന്ന് തീർന്ന ധ്യാനത്തിൽ 100ഓളം പേര് പങ്കെടുത്ത ധ്യാനത്തിൽ 5-ലധികം ചെറുപ്പക്കാർ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് ഈ ലഹരി ഉപയോഗിച്ച് ഒരു പ്രാവശ്യം സ്മെല്ല് ചെയ്താൽ ഒരാഴ്ചക്കാലം പൂസാണ്. ഒരാഴ്ചക്കാലം ഈ ലഹരി അവിടെ നിന്നോളും. അങ്ങനെ ഉപയോഗിക്കുന്ന 6 ചെറുപ്പക്കാർ, അവർക്ക് തന്നെ അവരുടെ ഈ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന അവസ്ഥ അവരുടെ ശരീരം തന്നെ അവർക്ക് ദോഷമായിട്ട് മാറുമെന്ന് അവർക്ക് തോന്നി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോയതുകൊണ്ട് അവർ ധ്യാനത്തിന് വന്നിരിക്കുന്നവരാണ്. അവരെ അടുത്ത് വ്യക്തിപരമായി ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, കാഴ്ചയിൽ അവർക്ക് കുഴപ്പമില്ല, ഒരു ചെങ്ങല അവരുടെ കയ്യിലോ കാലയിലോ ഒന്നുമില്ല, പക്ഷെ അവർ ഭയങ്കരമായ ഒരു വലിയൊരു ചെങ്ങല കിടക്കും, ബ്രൗൺ ഷുഗറിന്റെ അടിമയായിട്ട് കിടക്കുവാണ്. അവരുടെ അപ്പനോ അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ചേട്ടനോ ഒന്നും അറിയത്തില്ല ഇത്. പക്ഷെ ദൈവവചനം കേട്ട് ഒരാഴ്ച ധ്യാനം കൂടിയപ്പോൾ അവർ വന്ന് ചോദിക്കുകയാണ്, അച്ഛൻ ഒരു ദൈവവചനം എഴുതി ഞങ്ങളുടെ കൈത്താ, ഒരു ദൈവവചനം എഴുതിത്താ. ഞങ്ങൾ ഇത്രയും നാള് ബ്രൗൺ ഷുഗർ ഇങ്ങനെ കൈ തൂത്തിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ സ്മെല്ല് ചെയ്യും, ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കും, അത് മതി ഒരാഴ്ചത്തേക്ക്. പിന്നെ ഞങ്ങളെ കണ്ടാലൊന്നും ആർക്കും മനസ്സിലാവത്തില്ല ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ആളാണെന്ന്. ഞങ്ങൾ എല്ലായിടത്തും എല്ലാം സാധാരണ പോലെ ഇരിക്കും. ആ ചെങ്ങല അഴിയാൻ വേണ്ടി ചെയ്തത്, ആ ചെങ്ങല അഴിയാൻ വേണ്ടി ഇവിടെ നടന്ന പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടല്ല നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ പോരെന്ന് ഞാൻ അവരെ പറഞ്ഞിട്ടുമില്ല. അവരെ അടുത്ത് കണ്ടപ്പോൾ ഇങ്ങനെയാന്ന് അറിഞ്ഞപ്പോൾ അവർ പറയാണ്, അച്ഛനൊരു ദൈവവചനം എഴുതിത്താ, ആ ദൈവവചനം ഞങ്ങളുടെ പോക്കറ്റിലിട്ട് ഞങ്ങൾ ആ ദൈവവചനത്തിലൂടെ രക്ഷപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛാ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞങ്ങളെ പോലെയുള്ളവർക്കാണ്. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ, ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ നശിച്ചു വിട്ടു പോകും. മൈക്കിലൂടെ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നെ നോക്കിട്ട് ആ വ്യക്തി പറഞ്ഞു, അച്ഛന് ദീർഘായുസ് ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം. കാരണം അച്ഛനെ പോലുള്ള കുറെ പേരുള്ളത് കൊണ്ടാ ഞങ്ങളെ പോലെ കഞ്ചാവും ബ്രൗൺ ഷുഗറും ലഹരി ഉപയോഗിച്ച് താളം തെറ്റിപ്പോയ ജീവിതമൊക്കെ ഒന്ന് പിടിച്ചു കയറ്റണമെങ്കിൽ അച്ഛനെ പോലത്തുള്ള ആളുകളൊക്കെ വേണം. അതുകൊണ്ട് അച്ഛന് ആരോഗ്യം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടാ പോയത്. ശ്രദ്ധിച്ചേ, ഇത്രേ ഉള്ളൂ. എന്റെ ഒരു ഗുണമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവവചനം, നമ്മൾ പ്രാർത്ഥന ഉയരുമ്പോ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ദൈവം ഇടപെടും.
അത് എത്ര വലിയ തിന്മയുടെ മേഖലയാണേലും ആ ഇരുട്ട് മാറി അവിടെ വെളിച്ചം നിറയും. പറഞ്ഞേ ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, പത്രോസ്ലീഹ ഈ ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നപ്പോ തന്നെ ആ മുറിയിൽ പ്രകാശം വന്നു. എല്ലാ അസ്വസ്ഥതകളും ഒരു വലിയ വിടുതൽ കിട്ടി. ഇനി പത്രോസ്ലീഹ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ഇരുട്ടുള്ള ഇരുട്ടാ, മൊത്തത്തിൽ രാത്രിയാണ്. നടന്നു പോകുമ്പോൾ പത്രോസ്ലീഹയ്ക്ക് ഒരു നല്ല ബോധമില്ല. പത്രോസ്ലീഹ ഇങ്ങനെ ചിന്തിച്ചു, ഞാനിപ്പോൾ കാണുന്നത് ഒരു സ്വപ്നമാണെന്ന് പോലും വിചാരിച്ചു. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏതോ ഒരു സ്വപ്നമാണെന്ന് പോലും ആർക്ക് തോന്നി? പത്രോസിന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണ ബോധം വന്നപ്പോൾ പത്രോസ്ലീഹ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? പത്രോസ്ലീഹയ്ക്ക് പെട്ടെന്ന് തോന്നി, ഇവിടുന്ന് ആരെ ഇപ്പൊ ഒരു വീടുള്ളത്, പരിചയമുള്ളൊരു വീടുണ്ട്, അവിടെ പോകാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ മറിയം എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ ഒരു കുടുംബത്തെ കുറിച്ച് ഓർമ്മ വന്നു. അത് യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീടായിരുന്നു. ഹല്ലേലൂയ. പത്രോസ്ലീഹ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോ പെട്ടെന്ന് ഓർക്കാണ്, യോഹന്നാൻ എന്ന് പറയുന്ന ആളുടെ അമ്മയുടെ പേരാണ് മറിയം, ആ വീട്ടിൽ പോയാലോ. ഉടനെ പത്രോസ്ലീഹ നടന്ന് യോഹന്നാന്റെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിന്റെ വാതിലിൽ മുട്ടി. വാതിലിൽ ഇങ്ങനെ മുട്ടിയപ്പോൾ അപ്പോഴാ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ പത്രോസ്ലീഹ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലമാണ് എവിടെ? യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിൽ. ഈ വീട്ടിലാണ് പത്രോസ്ലീഹ എന്തായാലും ചെന്ന് പെട്ടത്. വാതിലെ മുട്ടിയപ്പം പത്രോസ്ലീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു, നീ പോയി നോക്ക, ആരാ വാതിൽ മുട്ടുന്നുണ്ട് ഈ രാത്രിക്ക്. അങ്ങനെ നോക്കാൻ പോയ വീട്ടുജോലിക്കാരി പെണ്ണിന്റെ പേരാണ് റോധ എന്ന പെൺകുട്ടി. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരും എഴുന്നേറ്റ് പോയില്ല. അവര് വീണ്ടും പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു, റോധ എന്ന പെൺകുട്ടിയോട്, നീ പോയി നോക്കടി, ആരോ വാതിലെ മുട്ടുന്നുണ്ട്. റോധ എന്ന പെൺകുട്ടി പ്രാർത്ഥന സ്ഥലത്ത് നിന്ന് പോയി തിണ്ണയിൽ പോയി വാതിൽ തുറക്കുന്നതിന് മുമ്പ് ജനലിക്കട് നോക്കി ആരാന്നറിയാൻ. ജനലിക്കട് നോക്കിയപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വച്ചിരിക്കുന്ന നിയോഗമാണ് ഇപ്പോൾ വീടിന്റെ പുറത്ത് നിൽക്കുന്നത്. അവർ പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിനെ രക്ഷിക്കണേ, ആപത്തുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ പത്രോസിനെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി വാതിൽ തുറക്കുന്ന കാര്യം മറന്നുപോയി. ഒറ്റ ഓട്ടം ഓടി അകത്തേക്ക് ഓടി ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞു, നിർത്തും, നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കേ, ഇതാ നിങ്ങൾ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തി ഇതാ പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ റോധ എന്ന പെൺകുട്ടിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു, ഇവൾക്ക് എന്തോ ഭ്രാന്ത് പിടിച്ചു തോന്നുന്നു, ഇവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. ബൈബിളിലുണ്ട്, അത്രേ വായിക്കാം. 10-ാമത്തെ വാക്യം, 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. പത്രോസ്ലീഹ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അതവർക്കായി തുറന്നു. 11-ാമത്തെ വാക്യം. അപ്പോഴാണ് പത്രോസ്ലീഹായ്ക്ക് പൂർണ്ണ ബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് ദൂതനെ അയച്ച് ഹെറോദോസിന്റെ കരങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെയാണ് വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോധ എന്ന വേലക്കാരി പെണ്ണ് ഇറങ്ങി വന്ന് നോക്കി. പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷം കൊണ്ട് വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്കോടി. 15-ാമത്തെ വാക്യം. 14-ാമത്തെ വാക്യത്തിൽ അവസാനം അവൾ ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു, പത്രോസ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ മറുപടി പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്, നിനക്കെന്തോ വട്ടുപിടിച്ചു. അപ്പോൾ അവൾ വീണ്ടും ഒന്നും കൂടെ പോയി നോക്കി. ഒന്നും കൂടെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തി ഇത് പത്രോസ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും വാതിൽ തുറക്കാതെ ഓടി വന്ന് പറഞ്ഞു, അല്ല, എനിക്ക് തെറ്റിപ്പോയതല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗം ഉണ്ടല്ലോ, ആ വീടിന്റെ പുറത്തുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു, അതെ, അവന്റെ പ്രേതങ്ങാനുമായിരിക്കുന്നു. പത്രോസ് ഓൾറെഡി ചത്തുപോയിട്ടുണ്ടാകും, ഇനി അവന്റെ പ്രേതമായിട്ട് നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥന നിർത്തി
പുറത്തേക്ക് വന്ന് റോധ എന്ന പെൺകുട്ടിയോടൊപ്പം വന്ന് നോക്കിയപ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോഴാണ്, ശരിയാണ്, ഇവരാർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനാ സമയത്ത് എന്ത് നിയോഗമാണോ വച്ചത്, ആ നിയോഗം നേരെ കൺമുമ്പിലെത്തി, വീട്ടുമുറ്റത്തെത്തി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ഒരുപക്ഷെ ഒരുപാട് ദൂരെയായിരിക്കും. എന്റെ കടബാധ്യത മാറുന്ന ഒരു വിഷയം എന്റെ അടുത്തൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്റെ സ്ഥലം വിൽക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, അതങ്ങ് ദൂരെയാ. എന്റെ കൊച്ചിനൊരു ജോലി കിട്ടുന്ന കാര്യം, എനിക്ക് പെട്ടെന്നൊന്നും അതൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ദൂരെ എപ്പോഴേലും കിട്ടുമായിരിക്കും. എന്റെ കൊച്ചിന്റെ കല്യാണം പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല, നടക്കുമായിരിക്കും, ദൂരെയായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ നോക്കിക്കേ, ദൂരെ ഉണ്ടായിരുന്ന പത്രോസ് 1% പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് പ്രാർത്ഥന വഴി സംഭവിച്ച അത്ഭുതം നോക്ക്. ആ നിയോഗം അവരുടെ കൺമുമ്പിൽ കാണാൻ പാകത്തിന് വീട്ടുപടിക്കലെത്തി. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങളുടെ വീട്ടുപടിക്കൽ ദൈവം കൊണ്ടുവരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അസാധ്യമായ കുറെ കാര്യങ്ങളായിരിക്കും. നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ശക്തിയിൽ, മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളിൽ അത് ഒരു സാധ്യതയുമില്ലാത്തൊരു കാര്യമായിരിക്കും. പക്ഷെ ദൈവത്തിന് അത് വളരെ നിസ്സാരമാണ്. ദൈവം അത് നമ്മുടെ കൺമുമ്പിൽ എത്തിക്കൊണ്ട് കാണിച്ചു തരും, കൺമുമ്പിൽ കാണിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയ. അതിനുശേഷം ഇവരെല്ലാം കൂടെ ഓടി വന്ന് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടിയത് കണ്ടപ്പോൾ സന്തോഷത്തോടെ വാതിലങ്ങ് തുറന്ന് പത്രോസ്ലീഹായെ അകത്തേക്ക് കയറ്റിയപ്പോൾ പത്രോസ്ലീഹ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾ സ്വരം ഉണ്ടാക്കരുത്, ഒച്ച വെക്കരുത്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്ന മുറിയിൽ ഒരുമിച്ചിരുന്നിട്ട് പത്രോസ് ഒരു പ്രഭാഷണം നടത്തി. ഇങ്ങനെയാ പറഞ്ഞത്, എന്നെ എന്റെ ദൈവം എങ്ങനെയാ രക്ഷിച്ചതെന്ന് അവരോട് വിശദീകരിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പത്രോസ്ലീഹ എന്തേലും ചെയ്തിട്ടാണോ ഇവിടെ ഒരു അത്ഭുതം നടന്നേ? പത്രോസ്ലീഹായ്ക്ക് വേണ്ടി വേറൊരു വ്യക്തി, വേറെ കുറെ പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോ സമർപ്പിച്ച ഒരു നിയോഗമാണ് പത്രോസ് എന്ന നിയോഗം. ആ നിയോഗത്തിന്റെ മേലാണ് ദൈവം ദൂതനെ അയച്ചത്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരുപക്ഷെ ഇത് ലോകം മുഴുവൻ കാണുന്ന നിങ്ങൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് വിഷയത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ആ വിഷയത്തിൽ ദൈവം ഇടപെടും. പ്രാർത്ഥിക്കുന്ന എനിക്കും കിട്ടും അതിന്റെ ഗുണം, പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്കും കിട്ടും അതിന്റെ ഗുണം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഉദാഹരണം, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ, പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരു ഉത്തമ സുഹൃത്താണ് ഇപ്പോൾ പുൽപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള സ്ത്രീ. ആ സഹോദരി, ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെ വലിയൊരു കൂട്ടുകാരിയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു ASI ആയിട്ടുള്ള ഒരു ഹൈന്ദവ സ്ത്രീ, ഇപ്പോൾ ശബരിമല ഡ്യൂട്ടിയിലാണ്. ഇവർ രണ്ടുപേരും ഫോൺ വിളിച്ചു. രണ്ടുപേരും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ ഈ ആലയത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വിഷയം, ഈ സഹോദരിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ആയിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. മരിച്ചുപോയ സമയത്ത് ഈ സ്ത്രീ ഒറ്റയ്ക്കായിപ്പോയി. 3 മക്കളും. ജീവിക്കാൻ ഒരു വഴിയില്ല. പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഒരു പോലീസായിരുന്നു, അതുകൊണ്ട് ഭർത്താവ് ഇല്ലാത്തത് കൊണ്ട് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ ഒക്കത്തില്ല. കരഞ്ഞു കാല് പിടിച്ച് SP-യുടെ മുമ്പിൽ പോയി നിന്നിട്ടും ഒരു അപേക്ഷ എഴുതി കൊടുത്തപ്പോഴും പുള്ളിയെ ചുരുട്ടിക്കൂട്ടി, നിങ്ങൾ പോണം സഹോദരി എന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോണം, നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സ് താമസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ വന്നപ്പം ഈ 3 മക്കൾക്ക് വേണ്ടിയും ഈ സ്ത്രീ ഉപവാസമെടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. വയനാട്ടുകാരിയാണ്. ഈ 5 ദിവസം ഇവിടെ ധ്യാനത്തിനുണ്ടായിരുന്നു. ഈ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും കേൾക്കട്ടെ, എല്ലാ അപ്പനും അമ്മ ഇത് കേൾക്കണം, എല്ലാ അപ്പനും അമ്മ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചിയെ കൊണ്ട് ഈ സാക്ഷി ഇവിടെ എല്ലാവരുടെ മുമ്പിൽ പറയിപ്പിച്ചു, 100 പേരുടെ മുമ്പിലും പറയിപ്പിച്ചു. ആ സ്ത്രീ പറയുവാണ്, പ്രാർത്ഥിച്ചിട്ട് മക്കളും 3 പേരും, നമ്മൾ ഒരു മകന്റെ ശമ്പളം 6 ലക്ഷം രൂപയാണ്. അപ്പോഴാണ് ഒത്തിരി പേര് ചോദിച്ചത്, നിന്റെ മക്കൾ എങ്ങനെയാടി? അമേരിക്കയിലെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന 3 കമ്പനികളിൽ ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് ഇവിടെ പറഞ്ഞ് എന്റെ ഓർമ്മയിലില്ല, ആ കമ്പനിയിലാണ് ഇന്ന് ആ മകന്റെ. അപ്പോൾ ഈ അമ്മ അമേരിക്കയിൽ ചെന്നപ്പോ ഉണ്ട്, അമ്മ ഒരു ദിവസം വന്ന് നോക്കുമ്പോ ഈ 6 ലക്ഷം രൂപ ശമ്പളമുള്ള മകൻ, പണ്ട് ഇവൻ കൊന്തയൊന്നും ഇഷ്ടമില്ലാതെ, കൊന്തയൊക്കെ അമ്മച്ചി കൊന്തയൊന്നും ഇട്ട് മതവും വിശ്വാസമൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കൊന്ത ഊരിക്കളഞ്ഞ മനുഷ്യനാണ്. പിന്നെ അവൻ വലിയ മുത്തുള്ള ഒരു ജപമാലയാണ്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇവൻ
കഴുത്തിൽ ധരിച്ചിട്ടുള്ളത്. ഈ ധരിച്ച കൊന്തയും പിടിച്ച് അമ്മ നോക്കുമ്പോൾ അവന്റെ മുറിയിൽ കൈ വിരിച്ചു പിടിക്കുന്നത് കണ്ട്, ഇത് അമ്മ കണ്ടതായിട്ട് ഇവൻ കണ്ടിട്ടില്ല. ഇവനിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. 6 ലക്ഷം രൂപ ഇന്ത്യൻ മണി ശമ്പളം മേടിക്കുന്ന ഒരാളുടെ ഒരു മകനാണ്. അപ്പോൾ ഈ മകൻ തൊട്ട അനിയന്റെ പേര് വാവയെന്നാണ് പേര്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് വാവയോട് പറയാ, വാവേ ഞായറാഴ്ച പള്ളിയിൽ പോകാതിരിക്കരുത്, നീ കൊന്ത ചെല്ലാതിരിക്കരുത്. 6 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന മൂത്ത ജ്യേഷ്ഠൻ അനിയനോട് പറഞ്ഞു കൊടുക്കട്ടെ, വാവേ നീ പള്ളി പോകാതിരിക്കരുത്, നീ പ്രാർത്ഥിക്കാതിരിക്കരുത്. നമ്മളൊക്കെ ഇങ്ങനെ ആയത് പ്രാർത്ഥന കൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും പലരും നമ്മളെ കളിയാക്കും. പ്രാർത്ഥിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല. പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ട്. അത് നമ്മളുടെ വിഷയമേ അല്ല. കാരണം നിങ്ങൾ എന്നോട് പറയുവാണ് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. കാരണം പഞ്ചസാര അതിന് മധുരമാണെന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നോട്. കാരണം അത് അനുഭവിച്ചറിഞ്ഞ് എനിക്കറിയാം പഞ്ചസാരയ്ക്ക് മധുരമാണ്. നിങ്ങൾ എല്ലാവരും പറയുവാണ് അല്ലച്ചോ പഞ്ചസാരയ്ക്ക് കയ്പാണ്, എനിക്ക് വിശ്വാസമാകത്തില്ലത്, കാരണം ഞാനിത് അനുഭവിച്ച ആളാ എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയ്ക്ക് ഗുണമുണ്ട്. പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുമെന്ന് ഇനി നിങ്ങൾ പറയുക പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലച്ചോ എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കത്തില്ല. കാരണം പ്രാർത്ഥനയുടെ ശക്തി എൻ്റെ ജീവിതത്തിലും ഞാൻ പലരുടെ ജീവിതത്തിലും പ്രകടമായി കണ്ടതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്. പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ദൈവശക്തി ഇറങ്ങുമെന്ന് ഉറപ്പാണ്. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കുറെ ആളുകൾ നല്ല ബുദ്ധിയും നല്ല ആരോഗ്യവും നല്ല ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായാലും പറയും, എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് ദൈവത്തെ വിളിക്കണം, എന്തിന് ദൈവത്തെ ആരാധിക്കണം, എന്തിന് ധ്യാനങ്ങൾക്ക് പോകണം, എന്തിന് ദൈവത്തെ ആരാധിക്കണം, അതിന്റെ ആവശ്യം എന്ത്? എന്നാൽ ഒന്ന് കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ പഠിക്കുമ്പോൾ ഓർക്കുക, ദൈവവും ഇല്ല, പ്രാർത്ഥനയില്ല, വിശ്വാസവും ഇല്ല, ദൈവത്തോട് അടുക്കാൻ സമയവും ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ പൈസ ആയിരുന്നവരായിരുന്നെങ്കിലും അയാൾ നടന്ന് ചെന്ന് വീണത് എവിടെയാണെന്നറിയോ? അയാൾക്ക് തന്നെ കയറാൻ പറ്റാത്ത ഒരു കുഴിയിലായിരിക്കും. വലിയ ആഴമുള്ള പൊട്ടക്കിണറിൽ വീണ പോലെ ആയിരിക്കും ഇപ്പൊ അയാള്. ഇപ്പോഴാണ് പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമോ, പോയ സമ്പത്ത് മുഴുവൻ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇതൊരു കാലത്ത് ദൈവവും ഇല്ല, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ആര് പറഞ്ഞാലും കേൾക്കുകയില്ല, ആരും ഉപദേശിക്കുന്ന ഇഷ്ടമല്ലാതെ നടന്ന് ചെന്ന് വീണത് വലിയൊരു കുഴിയില്. നമ്മളൊരു കുഴിയിൽ വീണാൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ കുഴിയിൽ വീണാൽ നമ്മൾ കുഴിയിൽ നിന്ന് പിന്നെ താഴോട്ട് നോക്കിയിട്ടല്ല നിൽക്കുന്നത്, നമ്മൾ എപ്പോഴും നോക്കുന്നത് മുകളിലോട്ടായിരിക്കും. നമ്മുടെ പിന്നത്തെ ആഗ്രഹം എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണമെന്നായിരിക്കും, എങ്ങനെയും രക്ഷപ്പെടണം. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോ ഒരു കാര്യം, നമ്മൾ കിടക്കുന്ന കുഴിയുടെ മുകളിൽ ഒരാൾ വന്ന് നിന്നാൽ അയാളുടെ തലയ്ക്കകത്ത് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇയാളെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കണമല്ലോ. അയാളുടെ മുഴുവൻ പ്ലാനും എന്തായിരിക്കും അറിയോ? ഈ മനുഷ്യനെ രക്ഷിക്കണമെന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ അയാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കയറായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഈ കയറിട്ട് കൊടുക്കുമ്പോ ഉണ്ടല്ലോ, ഈ കുഴി കിടക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ കയറില് 2 കൈയും കൂട്ടി പിന്നെ വിമർശിക്കാനും കുറ്റം പറയാനും പിന്നെ പോടാവിടുന്ന് പറയാനും സമയമില്ല. പിന്നെ ഒറ്റ വഴിയുള്ളൂ, 2 കൈയും മുറുക്കെ ആ ഇട്ട് തന്ന കയറെ പിടിച്ച് കയറിയാൽ ആ വ്യക്തിയുടെ ജീവിതം മാറോ ഇല്ലയോ? മാറും. ഹല്ലേലൂയ. ഇത് ഒരാൾ കിണറ്റിപ്പോയ കാര്യത്തെ കുറിച്ച് പറയാനല്ല. ഒത്തിരി പേര് ചില വലിയ കുഴി ചെന്ന് പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായും പല രീതിയിലും പല കുഴിയില. രക്ഷപ്പെടാനുള്ള വഴിയാണ് ദൈവവിചാരം, ദൈവത്തിലുള്ള ആശ്രയത്വം. അതൊരു പിടിവള്ളി പോലെ നമ്മുടെ മുമ്പിലേക്ക് നീട്ടി വരുമ്പോ നമ്മൾ ഒരു കൈകൊണ്ട് ഇങ്ങനെ ലാഘവ ബുദ്ധിയോടെ പിടിച്ചിട്ട് കാര്യമില്ല. അത് വേറെ ആരെങ്കിലും കുറെ പേര് പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ 2 കൈ കൊണ്ടും പിടിച്ച് നമ്മുടെ ഫുൾ ആരോഗ്യം, അതായത് വേറൊരാൾ വലിച്ചാൽ പോലും നമ്മൾ താഴോട്ട് പോകാൻ പാടില്ലാത്ത രീതിയിൽ മുറുക്കെ പിടിച്ചാൽ നമുക്കിത് മുകളിലേക്ക് കയറി ഈ കുഴിയിൽ നിന്ന് കരകയറി രക്ഷപ്പെടാൻ പറ്റും. പറഞ്ഞേ ഹല്ലേ.